ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസായ ഹെജ വാനിജോ ഇഷ്ക് ഹോനാഹെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ ഒരു ഭാര്യ ഭർത്താക്കന്മാരെയാണ് കാണിക്കുന്നത്. ബാനിയും ജാസും അവര് രണ്ടുപേരും ഇപ്പൊ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചേക്കാണ്. പക്ഷെ അതിനു മുന്നേ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണമല്ലോ, അതിനു വേണ്ടി വന്നേക്കാണ്. ഇവരുടെ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണെന്ന് ആ ഒരു ഡോക്ടർക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം അവര് രണ്ടുപേരും ഇപ്പോഴും പരസ്പരം നന്നായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ബാനിക്ക് ഡിവോഴ്സ് കിട്ടിയേ തീരൂ. കാരണം ബാനിക്ക് ഇപ്പൊ ഒരു കൊച്ചിന് ആവശ്യമുണ്ടായിരുന്നില്ല. അതായത് അവൾക്ക് പ്രഗ്നന്റ് ആവാൻ ഇപ്പൊ താല്പര്യമില്ല. അവൾ മെന്റലി ഫിസിക്കലി അതിന് ഓക്കെ അല്ല. എന്നാൽ ജാസിന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു കുട്ടി വേണമെന്നുള്ളത്. ഇപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിരുന്നു. അങ്ങനെ അവള് തീരുമാനിച്ചിരിക്കുന്നതാണ് ഡിവോഴ്സ് വേണമെന്ന്. എന്നാൽ അവൻക്ക് അതില് താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്ലിങ്ങിന് പോലും ചൊവ്വിന് ഇരിക്കാതെ ബാനി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പാവൻ ജാസ് അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. ഇപ്പൊ അവരെങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നാണ് കാണിക്കുന്നത്. ബാനി അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഡ്രൈവ് ചെയ്ത് വരുമ്പോ ഫ്രണ്ടിലൂടെ ജാസും വരുന്നുണ്ട്. അവൻ വണ്ടി റിവേഴ്സ് എടുക്കുന്നില്ല, ബാനിയും വണ്ടി റിവേഴ്സ് എടുക്കുന്നില്ല. അവസാനം ദേഷ്യം വന്ന ബാനി അവന്റെ വണ്ടി ഇടിച്ച് റിവേഴ്സ് എടുപ്പിച്ച് ആ വഴി പോകാണ്. എന്നാ ഒരു പെണ്ണിങ്ങനെ ചെയ്തിട്ട് പോലും ജാസിന് വലിയ ദേഷ്യമല്ല, എന്തോ ഒരു സന്തോഷം പോലെയാണ് ഉണ്ടായിരുന്നത്. ജാസ് ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ ആണ്. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കുഞ്ഞും ജാസ് കൂടിയാണ് ഈ ഒരു പരിപാടികളെല്ലാം ചെയ്തിരുന്നത്. അങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടി അവൻ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴാണ് അവിടെ വെച്ചിട്ട് വീണ്ടും ബാനിയെ കാണുന്നത്. ബാനിയെ അന്ന് കണ്ടപ്പോൾ അവനക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇന്നും കൂടി കണ്ടതോടുകൂടി അവളോട് കൂടുതൽ കയറി സംസാരിക്കുന്നല്ല. അവനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ഫോട്ടോസ് എല്ലാം എടുത്തു കൊടുക്കുന്നുമുണ്ട്. ഇപ്പൊ കല്യാണ ചെക്കന് കുറച്ച് തടിയുള്ള കൂട്ടത്തിലായിരുന്നു. തടി കുറയ്ക്കാനുള്ള ടിപ്സ് എല്ലാം ജാസ് ആ ഒരു കല്യാണ ചെക്കന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കല്യാണ പെണ്ണ് അവിടേക്ക് വരുന്നത്. കല്യാണ പെണ്ണ് ആരാന്ന് നോക്കുമ്പോൾ നമ്മുടെ ബാനി ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ജാസിന് കൂടുതൽ വിഷമം തോന്നുന്നുണ്ട്. ബാനിയോട് ചെന്നിട്ട് ആ ഒരു ചെക്കനെ കാണാൻ ഭംഗിയില്ലാന്നും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ജാസ് പറയുന്നുണ്ടെങ്കിലും അവൻ കാണാൻ നല്ല ക്യൂട്ടാണെന്നും പറഞ്ഞ് അവള് കല്യാണത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പറയാണ്. ഈ ദേശത്തില് ജാസ് ആ ഒരു ചെക്കനെ ബോളുകൊണ്ട് ഒരുപാട് അടിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആക്ച്വലി ബാനി അവനെ പറ്റിച്ചതായിരുന്നു. അവന്റെ കല്യാണ പെണ്ണ് വേറെ ഒരു പെണ്ണായിരുന്നു. അത് ബാനിയുടെ സിസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജാസിന് ഇപ്പൊ ഒരു സമാധാനാവുന്നുണ്ട്. അങ്ങനെ കല്യാണം അവര് രണ്ടുപേരും കൂടി അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നുണ്ട്. അവര് കൂടുതൽ കമ്പനി ആയതുകൊണ്ട് തന്നെ ഒന്നിച്ചിരുന്ന് കുടിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്താണ് ജാസ് തന്റെ ഇഷ്ടം ബാനിയോട് പറയുന്നത്. അവനക്ക് ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയാണ്. എന്നാൽ ഇത്ര പെട്ടെന്നൊരു തീരുമാനം എങ്ങനെ എടുക്കാൻ? പെട്ടെന്നൊന്നും തീരുമാനം എടുക്കണ്ട, 1 മണിക്കൂർ ടൈം തരാം, ഞാൻ കല്യാണത്തിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് ബാനിയോട് ജാസ് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി വരെ ജാസും കുഞ്ഞുവും ബാനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു പൂജാരിയെയും കൂട്ടിക്കൊണ്ട് കല്യാണം കഴിക്കാനായിട്ട്. ഇപ്പൊ 6 മണിക്കൂറായി, ബാനി ഇതുവരെ എത്തിയിട്ടില്ല. അവസാനം ബാനി ആ ഒരു സ്പോട്ടിലേക്ക് എത്തുന്നുണ്ട്. അവരങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അവരുടെ കല്യാണം കഴിഞ്ഞത്. ഈ ഒരു കഥ ഇവര് കോടതിയിലെ ഡിവോഴ്സിന്റെ സമയത്താണ് പറയുന്നത്. ബാനിയുടെ ഫാമിലി ഇത് അറിയുകയും ജാസിനോട് വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുടുംബമായിട്ട് അവർക്ക് യാതൊരു വിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. അപ്പോഴും ബാനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് ജാസ് മാത്രമായിരുന്നു. ബാനിക്ക് ജാസിനെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ പോലും ഈ ഒരു കുട്ടിയുടെ കാര്യം പറയുന്നതുകൊണ്ടാണ് ഇപ്പൊ അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത്. അവൾ ഒരു കമ്പനിയിലെ CEO ആണ്. ഇപ്പൊ കുട്ടി എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവളുടെ കരിയർ നശിച്ചു പോകും. അതാണ് അവള് പറയുന്നത്. എല്ലാ സമയത്തും ജാസ് ബാനിയുടെ അടുത്തേക്ക് പോകുമ്പോഴെല്ലാം അവള് കോണ്ടം യൂസ് ചെയ്യാൻ പറഞ്ഞ് അവനെ ഫോഴ്സ് ചെയ്യുമായിരുന്നു. അവൾക്ക് അത്ര പോലും ഒരു കുട്ടിയെ വേണ്ടായിരുന്നു. കോടതിക്കും അങ്ങനെ അവര് തമ്മിൽ എന്തായാലും ഒത്തുപോയില്ല എന്ന് മനസ്സിലാവാണ്. 6 മാസം നിങ്ങൾ ഒരു റെസ്റ്റ് പീരീഡ് എടുക്കുക, അതിനുശേഷം നിങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് അനുവദിച്ചു തരാമെന്ന് ജഡ്ജും പറയുന്നുണ്ട്. അങ്ങനെ ബാനി അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അവര് തമ്മിലെ ശത്രുത ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവര് നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട്. അവരൊന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അന്ന് ഇവര് കല്യാണം കഴിച്ച ആ ഒരു ദിവസം കുടിച്ച എന്തോ ഒരു ആൽക്കഹോൾ അവിടെ കാണുന്നത്. അത് കുടിക്കാമെന്ന് അവര് രണ്ടുപേരും തീരുമാനിക്കുന്നുണ്ട്. 2 മാസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവളുടെ പേര് പ്രീത് എന്നാണ്. ട്രൂത്ത് ഓർ ഡയർ കളിക്കുന്നതിന്റെ ഇടയിൽ പ്രീതിനോട് അവളുടെ ഫ്രണ്ട്സ് ദൂരെ കപ്പിൾസിന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ജാസിനെ പോയി കിസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവനിപ്പോ ലണ്ടനിലാണ് ഉള്ളത്. ആദ്യം അവൾ അത് പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീടാണ് അവള് ജാസിനെ ശ്രദ്ധിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവള് വെള്ളത്തിൽ പോയ സമയത്ത് ജാസ് ആണ് അവന്റെ ജീവൻ പോലും നോക്കാതെ അവളെ രക്ഷിച്ചത്. അത് ഓർമ്മ വന്ന പ്രീതും അവനെ പോയി കിസ് ചെയ്യുന്നുണ്ട്. സ്കൂൾ ടൈമിൽ അവന്റെ പ്രിൻസിപ്പൾ പറഞ്ഞു കൊടുത്ത് CPR ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് പ്രീതിന്റെ ജീവൻ അവൻ രക്ഷിച്ചത്. പ്രീത് അവിടെ നിന്ന് പോകുമ്പോ ജാസിന്റെ കയ്യിൽ ഒരു നോട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു നോട്ടിൽ അവള് ഇന്ന ക്ലബിൽ എത്ര മണിക്ക് ഉണ്ടാകുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ജാസും ആ ഒരു ക്ലബിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവര് രണ്ടുപേരും റൊമാൻറ്റിക് ആയി ഡാൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. വേറെ ഒരു നോട്ട് അവൾ അവിടെ വെച്ച് അവിടെ നിന്ന് പോകാണ്. ആ ഒരു നോട്ടിൽ
ഡോറില് അവളുടെ വീടിന്റെ അഡ്രസ്സും ഒരു റെഡ് ഡോർ കടന്ന് അകത്ത് കയറി ബെഡ്റൂമിലേക്ക് വരാനും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു അഡ്രസ്സ് ഫോളോ ചെയ്ത് ജാസും പ്രീത്തിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് അവന്റെ PT സാറ് പറഞ്ഞു കൊടുത്ത ടെക്നിക്സ് ആണ് അവൻ യൂസ് ചെയ്യുന്നത്. അതായത് ശ്വാസം വലിച്ചു പിടിച്ച് ഓടാന്നുള്ളത്. ഓടുന്ന സമയത്ത് ദിശ നോക്കി ഓടണമെന്ന് PT സാറ് പറയുമ്പോ ജാസ് അടുത്തുള്ള ദിശയെ നോക്കി ഹായ് പറയുന്നുണ്ട്. ആ ദിശയല്ല ഉദ്ദേശിച്ചത്, ഡയറക്ഷൻ ആണെന്ന് PT സാറും പറയുന്നുണ്ട്. പ്രീതിന്റെ ബെഡ്റൂമിലേക്ക് കറക്റ്റ് ആയിട്ട് അവൻ എത്തുന്നുണ്ടെങ്കിലും ആരോ അവന്റെ തലയിലൂടെ കറുത്ത തുണിയിട്ട് മൂടി ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കുന്നുണ്ട്. അത് പ്രീതിന്റെ ചേട്ടനായിരുന്നു. അയാൾ ഒരു ഗുണ്ടൊക്കെയാണ്. ആളുടെ ഏറ്റവും വലിയ റൈറ്റ് ഹാൻഡ് ആയിരുന്നു ഗുജ്ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള്. ഇപ്പൊ തോക്ക് ചൂണ്ടി ജാസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രീതിന്റെ ചേട്ടൻ. പ്രീത് വന്നാണ് അവനെ രക്ഷിക്കുന്നത്. അവര് തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നല്ല ഇപ്പൊ കണ്ടിട്ടുള്ളൂ, ഓൺ ഗോയിങ് ലവ് ആണെന്നാണ് അവര് പറയുന്നത്. ചേട്ടൻ അവർക്ക് ലവ് ചെയ്യാനുള്ള അനുമതിയും കൊടുക്കുന്നുണ്ട്. അവര് പിന്നെ അങ്ങനെ ഒന്നിച്ച് ചുറ്റാനായിട്ട് തുടങ്ങാണ്, തമ്മിൽ സ്നേഹിക്കാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ അവരുടെ സ്നേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ജാസിന്റെ വീട്ടിൽ ഒരു കോണിമ്പല്ല് കേട്ട് അവൻ വാതിൽ തുറന്ന് നോക്കുമ്പോ ആരാ പുറത്ത്? അവന്റെ ആദ്യ ഭാര്യ, അല്ല അവന്റെ ഇപ്പോഴത്തെ ഭാര്യ തന്നെ. അവര് തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല, 6 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. ബാനി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അവൻ അവളെ അകത്തേക്ക് വിളിക്കുന്നില്ല. അവൻ ആകെ ഷോക്കായി നിൽക്കായിരുന്നു. ഹലോ, ഞാനൊന്ന് അകത്തേക്ക് കയറട്ടെ, ഞാൻ ഇപ്പോഴും നിയമപരമായിട്ട് നിന്റെ ഭാര്യ തന്നെ ആണെന്ന് പറഞ്ഞിട്ടാണ് ബാനി അകത്തേക്ക് കയറുന്നത്. അങ്ങനെയാണ് ബാനി പറയുന്നത് അവള് പ്രഗ്നന്റ് ആണ്. ജാസ് അപ്പൊ വിചാരിക്കുന്നത് അവള് വേറെ ഏതോ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി അങ്ങനെ പ്രഗ്നന്റ് ആയതാണെന്നാണ്. എന്നാ മുഖത്തിട്ടൊന്ന് കൊടുത്തിട്ട് നിനക്കപ്പോ ഒന്നും ഓർമ്മയില്ലേ എന്ന് ചോദിച്ചിട്ട് ബാനി കാര്യങ്ങൾ പറയാണ്. അന്നത്തെ ആ ഒരു ഡിവോഴ്സിന്റെ ആ ഒരു ദിവസം അവര് പിരിയുന്നതിന് മുമ്പ് കുടിച്ചില്ലായിരുന്നോ? അന്ന് ലക്കും ലവാനോ ഇല്ലാതെ അവര് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാതെയാണ് ഒന്നായിട്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ബാനി പ്രഗ്നന്റ് ആയിട്ടുള്ളത്. ബാനിക്ക് ഇതാലോചിച്ച് ഭയങ്കര സന്തോഷമായിരുന്നെങ്കിലും ജാസിന് ഇതാലോചിച്ച് നെഞ്ച് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ബാനിക്ക് ഇപ്പൊ ഒരു കുട്ടി വേണ്ടെന്നായിരുന്നു എങ്കിൽ പോലും ഒരു കുട്ടി ഓൾറെഡി വയറ്റിലുള്ളത് കൊണ്ട് തന്നെ അവൾ അതിനോട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇപ്പൊ ആ ഒരു കുട്ടിയെ വേണമെന്നാണ് ഉള്ളത്. പ്രീത് ആ സമയം ഫോണിൽ വിളിച്ചിട്ട് അർജന്റായി അവളുടെ വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. ബാനിയോട് എന്തോ ഒക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് പ്രീതിന്റെ വീട്ടിലേക്ക് അവൻ പോകാണ്. പ്രീത് ആ സമയം ടെസ്റ്റ് ചെയ്തതിനു ശേഷം അവൾ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ ആ ഒരു ഷോക്കിലായിരുന്നു ഇപ്പൊ ജാസ് ഉണ്ടായിരുന്നത്. അവനക്ക് സന്തോഷിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രീത്തിന് അത് മനസ്സിലാവുന്നുണ്ട്. നീ എന്താ ഹാപ്പി അല്ലാത്തതെന്ന് അവള് ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പി ആണല്ലോ എന്നും പറഞ്ഞ് അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവനക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട്. ആ സമയത്ത് അവന്റെ അമ്മ കോൾ ചെയ്യുമ്പോ എന്തോ പ്രാന്തന്മാരെ പോലെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ. കൂട്ടുകാരനായിട്ടുള്ള കുഞ്ഞുനായിട്ട് അവൻ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുന്റെ കയ്യിലും ഒരു മാർഗം ഉണ്ടായിരുന്നില്ല, എന്ത് ചെയ്യാനാണെന്ന് അവനക്കും അറിയില്ലായിരുന്നു. ബാറിൽ വെച്ച് ജാസ് പ്രശ്നം ഉണ്ടാക്കുമ്പോ കുഞ്ഞുവാണ് അവനെ രക്ഷിച്ച് അവിടെ നിന്ന് കൊണ്ടുപോരുന്നത്. ജാസ് ഇപ്പോ ബാനിയെ കൂട്ടിക്കൊണ്ട് പ്രീതിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. ബാനി എന്റെ വൈഫ് ആയിരുന്നെന്നും ഇപ്പൊ അവള് പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം. ഇത് കേട്ട് ദേഷ്യം വന്ന പ്രീതും തോക്കെടുത്ത് ബാനിയെ വെടിവെച്ച് കൊല്ലാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം ജാസ് ആലോചിച്ചതായിരുന്നു. എങ്ങാനും പ്രീതിനോട് ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കാന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊന്നും തുറന്നു പറയണ്ട എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പൊ പ്രീതിന്റെ ബ്രദറും അവിടേക്ക് വരുന്നുണ്ട്. സ്നേഹിക്കാനുള്ള അനുമതി തന്നപ്പോ പ്രഗ്നന്റ് ആക്കി എന്നും പറഞ്ഞ് ചേട്ടൻ വലിയ ദേഷ്യത്തിലായിരുന്നു. പ്രീതാണ് അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും കല്യാണ തീയതി ഉറപ്പിക്കാനായി ഒരു പൂജാരിയെ പ്രീതിന്റെ ചേട്ടൻ അവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. ആ ഒരു പൂജാരിക്കുള്ള എല്ലാ കമ്മിറ്റ്മെന്റ്സും ഒഴിവാക്കിക്കൊണ്ട് പ്രീതിന്റെ വിവാഹം മാത്രം ഫോക്കസ് ചെയ്യാനാണ് പ്രീതിന്റെ ബ്രദർ ആ പൂജാരിയോട് പറയുന്നത്. പക്ഷെ ജാസിന് ഇപ്പൊ കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ, കാരണം അവനെ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. ഡിവോഴ്സ് ആവാതെ എങ്ങനെ വേറെ കല്യാണം കഴിക്കാൻ പറ്റും? അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും മുടക്കണമെന്ന് വിചാരിച്ച ജാസും എന്റെ അച്ഛന്റെ അമ്മയുടെയും കല്യാണം എനിക്ക് കൂടാൻ പറ്റിയിട്ടില്ല, അതുപോലെ ആവരുത് എന്റെ മക്കള്, എന്റെ മോൻക്ക് അല്ലെങ്കിൽ എന്റെ മോൾക്ക് എന്റെ കല്യാണം കൂടാൻ പറ്റണം. ഞങ്ങളുടെ കുട്ടി ജനിച്ചതിന് ശേഷം ഞങ്ങൾ കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട്. ആ പ്ലാന് പ്രീതിനും പ്രീതിന്റെ ബ്രദറിനും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതാണ്. അയൽവക്കത്തുള്ള ഒരു പെണ്ണിന്റെ കോള് വന്ന് ജാസ് അവിടേക്ക് പോയി നോക്കുമ്പോൾ ബാനിക്ക് വല്ലാതെ വയറുവേദന കൊണ്ട് തളർന്നിരുന്നു. അവൻ വേഗം തന്നെ ബാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് ബാനിയോട് അവൻ പ്രീതിനെ കുറിച്ച് പറയുന്നുണ്ട്. നീ പോയ ടൈമില് നീ എന്നോട് മൂവ് ഓൺ ആവാൻ പറഞ്ഞു, ഞാനും മൂവ് ഓൺ ആയി. അങ്ങനെ പ്രീത് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ സ്നേഹത്തിലാണെന്നും അവളിപ്പോ പ്രഗ്നന്റ് ആണെന്നും ബാനിയോട് അവൻ പറയുന്നുണ്ട്. പക്ഷെ ബാനി ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവള് വേദന കൊണ്ട് അവിടെ തളർന്നു വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് ജാസ് ബാനിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവന്റെ പിന്നിലായിട്ട് പ്രീതും പ്രീതിന്റെ ബ്രദറും കൂടി വണ്ടിയിലായിട്ട് വരുന്നത്.
പ്രീതിന്റെ ബ്രദറിന് അത് ജാസ് ആണെന്ന് മനസ്സിലാക്കി അവനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ഫോൺ കട്ട് ചെയ്ത് കളയാണ്. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു വയസ്സായ നേഴ്സാണ് ബാനിയെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയി ആക്കുന്നത്. ആ ഡോക്ടർക്ക് ജാസിന്റെ വർത്താനം കേട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ് ആണെന്നാണ് ആ ഡോക്ടർ ജാസിനെ പറ്റി പറയുന്നത്. സ്കാനിങ്ങിലൂടെ ബാനിയുടെ കുട്ടിയെ ജാസ് കാണുന്നുണ്ട്. അവനക്ക് വല്ലാത്ത സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബില്ല് ചെയ്ത് പുറത്തു പോകാൻ പോകുന്ന സമയത്താണ് പ്രീതി അവളുടെ ചേട്ടനും അതിലെ വരുന്നത് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബാനിയോട് ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ജാസ് അവിടെ നിന്ന് പോയി ഒളിച്ചു നിൽക്കുന്നുണ്ട്. പ്രീതി ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ജാസ് അവിടെ ഒളിച്ചു നിൽക്കുന്നത് അവർ കാണുന്നുമുണ്ട്. ബാനിയെ നോക്കുന്ന ആ ഒരു സെയിം ഡോക്ടറും നേഴ്സും തന്നെ ആയിരുന്നു ഇപ്പൊ പ്രീത്തിനെയും നോക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഡോക്ടറുടെ മുന്നിൽ നേരാവണ്ണം ചെല്ലാൻ പറ്റില്ലല്ലോ. മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് അവൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ അവൻ വലിയ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ് ആണെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരുടെ പ്രഗ്നൻസിയിലും കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അധികം ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു നേഴ്സ് പ്രീതിന്റെ ഭർത്താവ് ആരാണെന്ന് കാണുന്നുണ്ട്. ബാനിയുടെ ഭർത്താവും പ്രീതിന്റെ ഭർത്താവും ഒന്നാണെന്ന് മനസ്സിലാക്കിയ നേഴ്സ് അവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാവെന്ന് മനസ്സിലാക്കിയ കുഞ്ഞു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഇമോഷണൽ ആയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജാസ് അവൻ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്. പ്രീതും ബാനിയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ജാസ് പോയിരുന്നത്. എന്നാൽ ഒരു പ്രഗ്നൻസി ക്ലാസ്സിൽ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ജോയിൻ ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു ടീച്ചർ ആണെന്ന് വെച്ചാൽ വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഭർത്താവ് വേറെ പോകാൻ ഒരു ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഇവരെ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും മനസ്സിൽ ഒരു ചെറിയ സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രീതും ബാനിയും ചെറുതായിട്ടൊന്ന് സംസാരിച്ച് കമ്പനി ആകുന്നുണ്ട്. പ്രീതിന് ഇനി എന്റെ ഭർത്താവ് എങ്ങാനും വീട്ടിലെ വേലക്കാരിയുമായിട്ട് റിലേഷനിലാവോന്ന് പേടിയുള്ളതുകൊണ്ട് തന്നെ അന്ന് അവൾ അതിനെ പറ്റി സ്വപ്നം കാണുന്നുണ്ട്. പിറ്റേ ദിവസം പ്രീത് ഈ ഒരു സംശയം ഉള്ളത് കൊണ്ട് തന്നെ ജാസിന്റെ കൂടെ നിൽക്കാനായിട്ട് അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവൻ വല്ലാതെ പേടിക്കുന്നുണ്ട്. കാരണം ബാനി ആ ഒരു വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഭാഗ്യത്തിന് ബെഡ്റൂമിലേക്ക് പ്രീത് വരുന്ന സമയത്ത് ബാനി റെസ്റ്റ് റൂമിലേക്ക് പോകാണ്. അതുകൊണ്ട് അവര് തമ്മി കാണുന്നില്ല. ആ വീട്ടിലാകെ 2 റൂമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു റൂമിൽ കുഞ്ഞു ആയിരുന്നു കിടന്നിരുന്നത്. കുഞ്ഞു അവനും ഇനി എന്ത് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബാനി പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു ലേഡീസ് ബാഗ് ഇട്ട് നിൽക്കുന്ന കുഞ്ഞുനെ കണ്ട് ബാനിയും ഇതെന്താണെന്ന് ചോദിക്കുമ്പോ അവൻ ഗേ ആണെന്നുള്ള രീതിയിൽ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട്. അവര് രണ്ടുപേരും തമ്മി കാണാതിരിക്കാൻ വേണ്ടി പാവൻ ജാസ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പ്രീതിനെ എങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് റൂം ഇല്ലാത്തത് കൊണ്ട് അവളുടെ വീട്ടിലേക്ക് തന്നെ അവൻ തിരിച്ചയക്കുന്നുണ്ട്. ഒരു കഫേയിൽ വെച്ചിട്ട് പ്രീത്തും ബാനിയും തമ്മിൽ കണ്ടുമുട്ടുകയും അവർ ഒന്നിച്ച് കോഫി കഴിക്കുകയും ചെയ്യാണ്. ഈ സമയത്ത് ജാസ് പ്രീത്തിനെ വിളിച്ച് ഇപ്പൊ കഫേയിലേക്ക് വരാമെന്നും ബാനിയെ വിളിച്ച് എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല, വൈകിട്ട് നമുക്ക് ഒന്നിച്ച് പോകാമെന്നും പറയുന്നുണ്ട്. പ്രീത്തിനെ കാണാനായി ആ ഒരു സെയിം കഫേയിലേക്ക് ജാസ് എത്തുന്നുണ്ട്. അപ്പോഴാണ് ബാനി അവിടെ ഇരിക്കുന്നത് കാണുന്നത്. വേഗം അവൻ തലയിൽ ഒരു ഹെൽമെറ്റ് ഇട്ട് സൗണ്ട് എല്ലാം മാറ്റിയിട്ടാണ് ബാനിയോട് വന്ന് സംസാരിക്കുന്നതെല്ലാം. അവര് രണ്ടുപേരും ഇതറിയാതിരിക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കുഞ്ഞും ജാസും വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഒരു വലിയ ബാഗ് അവിടെ ഇരിക്കുന്നത് അവൻ കാണുന്നത്. പ്രീതി വീട്ടിലേക്ക് വീണ്ടും വന്നു എന്ന് അവൻ തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷെ അപ്പൊ അവിടെ വന്നിരിക്കുന്നത് ജാസിന്റെ അമ്മയായിരുന്നു. ബാനി പ്രഗ്നന്റ് ആയ വിവരം ജാസിന്റെ അമ്മയെ ബാനി അറിയിച്ചിട്ടാണ് ആ ഒരു അമ്മ ഇപ്പൊ തന്റെ മരുമകളെ ശുശ്രൂഷിക്കാനായി അവിടെ എത്തിയിരിക്കുന്നത്. ബാനിയെ അത്രയും നന്നായിട്ടാണ് ആ ഒരു അമ്മ സ്നേഹിക്കുന്നത്. പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ വേണ്ടി ഉലുവ കൊണ്ടുള്ള ലഡു എല്ലാം ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അത് കുട്ടിയുടെ ഹെൽത്തിനും അമ്മയുടെ ഹെൽത്തിനും ഉള്ളതാണെന്നാണ് ജാസിന്റെ അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ജാസ് ആ ഒരു ലഡു നിന്ന് കുറച്ചെടുത്ത് പ്രീതിക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് കരുതുന്നുണ്ട്. അതും എന്റെ കുട്ടിയാണെന്നും അവളും നന്നായിട്ട് ഇരിക്കണമെന്നും പറഞ്ഞിട്ടാണ് ജാസ് ആ ഒരു ലഡു പ്രീതിന് കൊണ്ടുപോയി കൊടുക്കുന്നത്. തന്റെ അമ്മ കൊറിയർ അയച്ചതാണെന്നാണ് അവൻ പറയുന്നത്. എന്നാ പിന്നെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പ്രീതും അവളുടെ ചേട്ടനും പറയുന്നുണ്ട്. കാരണം അവർക്ക് അമ്മ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാ അച്ഛനെ വിട്ടിട്ട് അമ്മ വരില്ല എന്നും പറഞ്ഞ് അവൻ എങ്ങനെയൊക്കെ അവരെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോ അത് എന്തായാലും നടക്കില്ലല്ലോ. അത് വേണ്ട, ഞാൻ അമ്മയെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് ജാസ് പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുവിന്റെ സഹായത്തോടുകൂടി വാടകയ്ക്ക് ഒരു അമ്മയെ അവൻ എടുക്കുന്നുണ്ട്. പക്ഷെ അമ്മക്ക് കുറച്ച് പ്രായം കുറഞ്ഞു പോയിരുന്നു. നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവൾ നന്നായി തന്നെ അമ്മയുടെ കഥാപാത്രം അഭിനയിക്കുന്നുണ്ട്. ശരിക്കും അവൾ ഒരു ഐറ്റം ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു പെണ്ണായിരുന്നു. അവളുടെ വീഡിയോസ് ഗുജിക്ക് കിട്ടുകയും അത് പ്രീതിന്റെ ചേട്ടന് കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രീതിന്റെ ചേട്ടൻ ഇത് അറിഞ്ഞിട്ട് ജാസിനോട് ഇതിനെ പറ്റി ചോദിക്കുമ്പോ അതെന്റെ അമ്മയല്ല എന്നും എന്റെ അമ്മ മരിച്ചുപോയി, ആ സമയത്ത് എന്റെ അച്ഛൻ 2ാമത് കല്യാണം കഴിച്ച പെണ്ണാണ് ഇതെന്നും എന്നാ പോലും അവൾ എന്നെ ഒരു നല്ല മകനെ പോലെയാണ് നോക്കിയതെന്നെല്ലാം പറഞ്ഞ് ഇമോഷണലായി എന്തോ ഒക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. പ്രീതിന്റെ ചേട്ടൻ ഇപ്പോ ജാസിന്റെ ആ ഒരു അമ്മയോട് എന്തോ ഒരു അടുപ്പൊക്കെ തോന്നുന്നുണ്ട്. ഒരുപാട് ഡ്രസ്സ് എല്ലാം ആ ഒരു അമ്മക്ക് പ്രീതിന്റെ ചേട്ടൻ എടുത്തു കൊടുക്കാണ്. അവളെ കണ്ട അമ്മയാണെന്ന് പറയേയില്ലല്ലോ. അങ്ങനെ ഒരുപാട് മാസം കഴിയുന്നുണ്ട്. പ്രീതിന്റെ വയറ് വലുതായിട്ടും ഉണ്ടായിരുന്നു. ജാസ് നന്നായി തന്നെ രണ്ടുപേരെയും കെയർ ചെയ്യുന്നുണ്ട്. ബാനിയായിട്ട് കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുന്നുണ്ട്. ആ സമയത്താണ് ഗുജി അവിടേക്ക്
വീട്ടിലേക്ക് കുട്ടികളുടെ എന്തോ ഒരു സാധനം വാങ്ങാനായിട്ട് എത്തുന്നത്. അവനക്ക് ഓൾറെഡി ഒരു ഭാര്യ ഉണ്ടായിട്ടും പ്രീതിന്റെ വീട്ടിലുള്ള ഒരു വേലക്കാരിയായിട്ട് അവന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതും പറഞ്ഞ് ജാസ് അവനെ ഭീഷണിപ്പെടുത്തി നിർത്താണ്. പ്രീതിന്റെ ചേട്ടൻ സ്വർണ്ണ വില എല്ലാം കൊടുത്ത് ആ രണ്ടാം അമ്മയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം അറിഞ്ഞ ജാസും ഭയങ്കര ദേഷ്യത്തോടുകൂടി പ്രീതിനോട് നിന്റെ ചേട്ടൻ എന്തൊക്കെയാ ചെയ്യുന്നേ, എന്റെ രണ്ടാം അമ്മയായിട്ട് അവനക്ക് എന്താ ബന്ധം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രീതിന് ലേബർ പെയിൻ വരുന്നത്. വേഗം തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് അവൻ എത്തിക്കുന്നുണ്ട്. വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാന്നും ചില സമയങ്ങളിൽ പ്രീമെച്വർ ഡെലിവറി, അതായത് മാസം തികയുന്നതിന് മുമ്പ് ചില സ്ത്രീകൾ പ്രസവിക്കാറുണ്ട് എന്നും ഡോക്ടർ പറയുന്നുണ്ട്. ഈ സമയത്ത് ജാസിന്റെ അമ്മയും അവനെ ഒരുപാട് വിളിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് പോയി നോക്കുമ്പോഴാണ് ജാസിന്റെ അമ്മയും ഈ സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. ബാനിക്കും ലേബർ പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അവളിപ്പോ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ ഇതുവരെ പ്രീത്തിന്റെയും ബാനിയുടെയും ഹസ്ബൻഡിനെ ഒന്നിച്ച് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പ്രീത്തിന്റെ ഹസ്ബൻഡ് തന്നെയാണ് ഈ ബാനിയുടെ ഹസ്ബൻഡ് എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ അത് പ്രീത്തിന്റെ ചേട്ടനോട് തുറന്നു പറയാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും നേഴ്സ് അവനെ ഹെൽപ്പ് ചെയ്യാണ്. ആ ഡോക്ടർക്ക് ആശുപത്രിയിലുള്ള നേഴ്സിനായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഡോക്ടറുടെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അയാളെയും നിർത്തുന്നുണ്ട്. പ്രീത്തിനെയും ബാനിയെയും അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബാനിയും പ്രീത്തും ഒരേ സമയത്ത് തന്നെ പ്രസവിക്കുകയാണ്. ബാനി ഒരു പെൺകുട്ടിക്കും പ്രീത്ത് ഒരു ആൺകുട്ടിക്കും ജന്മം നൽകുന്നുണ്ട്. രണ്ടിടത്തും മാറി മാറി കുട്ടിയെയും കണ്ട് നല്ല പോലെ അവൻ ഡീൽ ചെയ്യാണ്. ഇപ്പൊ ഒരാഴ്ചക്ക് ശേഷം അവര് വീണ്ടും ചെക്കപ്പിനായിട്ട് ഡോക്ടർ അടുത്തേക്ക് വരുന്നുണ്ട്. ബാനിയുടെ കൂടെയാണ് ജാസ് വന്നിരിക്കുന്നത്. എന്തോ ഫയൽസ് എടുക്കാൻ വേണ്ടി അവൻ തിരിച്ചു പോകുന്ന സമയത്ത് ബാനി ഒറ്റയ്ക്ക് ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ട്. ലിഫ്റ്റിൽ ഇപ്പോ പ്രീതി ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും സംസാരിച്ചിരിക്കുകയാണ്. അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ലിഫ്റ്റില് പ്രീത്തിന്റെ ചേട്ടനും ജാസിന്റെ രണ്ടാനമ്മ എന്ന് പറഞ്ഞ പെണ്ണും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ജാസ് പ്രീതിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അവൻ ആ ഒരു ലിഫ്റ്റിൽ വന്ന് കയറുന്നുണ്ട്. ഇവര് രണ്ടുപേരെയും ഒരേ ഫ്രെയിമില് ജാസ് കാണുന്നുമുണ്ട്. ബാനി തന്റെ ഭർത്താവാണ് ജാസ് എന്ന് പറഞ്ഞ് പ്രീതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാണ്. പ്രീതി ആ സമയം ഇത് തന്നെയാണ് എന്റെ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വലിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ജാസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും പ്രീതിയുടെ ചേട്ടൻ തോക്കെടുത്ത് അവനെ വെടിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് കംപ്ലൈന്റ് ആയി അവിടെ ബ്ലോക്ക് ആവാണ്. എങ്ങനെയൊക്കെ ജാസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി പോകുന്നുണ്ട്. പക്ഷെ അവന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ഇങ്ങനെ ഓടാൻ നിന്നാല് എപ്പോഴും ഓടാനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മ എന്ത് പ്രശ്നവും നേരിടണം എന്നുള്ള ഒരു ഉപദേശം ഓർമ്മ വന്നവന് അവിടെ തന്നെ നിൽക്കാണ്. ആ ഒരു സ്ഥലത്തേക്ക് പ്രീത്തും ബാനിയും പ്രീത്തിന്റെ ചേട്ടനും ജാസിന്റെ രണ്ടാം അമ്മ എന്ന് പറഞ്ഞ പെണ്ണും ഗുജിയും എല്ലാവരും എത്തുന്നുണ്ട്. പ്രീതും ബാനിയും മാറി മാറി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബാനിയോട് ജാസ് പറയുന്നുണ്ട്, നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടുപോയി, മൂവ് ഓൺ ആവാൻ എന്നോട് പറഞ്ഞു. ഞാൻ മൂവ് ഓൺ ആയി, പ്രീതിനായിട്ട് സ്നേഹത്തിലായി, അങ്ങനെ അവള് പ്രഗ്നന്റ് ആയി. പിന്നെ നീ തിരിച്ചു വന്നാല് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ എന്നോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്ന് ബാനി ചോദിക്കുമ്പോ, നിന്റെ ഡെലിവറി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, അതുകൊണ്ട് ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനത് പറയാതിരുന്നത് എന്നാണ് പറയുന്നത്. പ്രീത് അപ്പോ എന്നോട് നിനക്ക് സത്യങ്ങൾ തുറന്ന് പറയായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോ, അതന്നെ ഞാൻ പറഞ്ഞ ബാനിയെ ഞാൻ കല്യാണം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാമെന്ന് തീരുമാനിക്കാണ്. ഞാൻ മൂവ് ഓൺ ആയിട്ടാണ് നിന്നെ സ്നേഹിച്ചത്. പിന്നീടാണ് ബാനി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നത്. നിന്നോട് ആ കാര്യം പറയാനായിട്ട് വന്നപ്പോ നിന്റെ ചേട്ടൻ തോക്കെടുത്ത് വെടിവെക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് അത് പറയാനായിട്ട് പറ്റാന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുജിയുടെ റിലേഷൻഷിപ്പിനെ പറ്റിയും ഡോക്ടറുടെ ആ ഒരു അവിഹിതത്തെ പറ്റിയും എല്ലാതും ആ ഒരു സെയിം ഫ്രെയിമിൽ തന്നെ ജാസ് പൊളിക്കുന്നുണ്ട്. എന്നിട്ട് ഇനി എനിക്ക് ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ അതിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടാനായിട്ട് നിൽക്കാണ്. ഇത് കണ്ട് പ്രീതും പാനിയും പേടിച്ച് ജാസിനോട് അത് ചെയ്യരുതെന്ന് പറയാണ്. പ്രീത് പാനിയോട് ജാസിനെ എടുത്തോളാൻ പറയുന്നു. പാനി പ്രീത്തിനോട് ജാസി എടുത്തോളാൻ പറയുന്നു. രണ്ടുപേർക്ക് ഇപ്പോ അവനെ വേണ്ടായിരുന്നു. അത് അവര് രണ്ടുപേരും കൂടി ജാസിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നിന്നെ വേണ്ട എന്ന്. ഒരു ഷോ കാണിക്കാനായി പ്രീത്തിന്റെ ചേട്ടൻ തോക്കെടുത്ത് മേലേക്ക് ഒരു വെടി വെച്ചതും അവിടെ ഉണ്ടായിരുന്ന പക്ഷികൾ പറന്നു വരുന്നുണ്ട്. സ്ലിപ്പായി ജാസ് മുകളിൽ നിന്ന് താഴെ വീഴുന്നു. താഴെ ഒരു ജമ്പിംഗ് ഷീറ്റ് ഉള്ളതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോകാണ്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്ത്യയിലാണ് കാണിക്കുന്നത്. ജാസും കുഞ്ഞും കൂടി ഒരു ബാറിൽ കയറിയിരിക്കുകയാണ്. ജാസിനിപ്പോ പ്രീതിയും ഇല്ല, ബാനിയും ഇല്ല. രണ്ടുപേരും അവനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് അവിടേക്ക് അവന്റെ സ്കൂൾ ടൈമില് ദിശ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവള് വരുന്നത്. ജാസിന് അവളെ കണ്ട് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. ഇനി അവളെ വളയ്ക്കാമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് അവള് പറയുന്നത് അവളുടെ കല്യാണമാണെന്നും നീയാണ് അവൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് വരേണ്ടതെന്നും നകുൽ എന്ന് പറഞ്ഞ ഒരു ചെക്കനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട്. അതും പറഞ്ഞ് ദിശ അവിടെ നിന്ന് പോയതും ജാസ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ ദിശ തിരിച്ചു വന്നോണ്ട് ജസ്റ്റ് അവനെ ഒന്ന് പ്രാങ്ക് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. നകുൽ അവളുടെ സുഹൃത്ത് മാത്രമായിരുന്നു. അങ്ങനെ അവര് രണ്ടുപേരും സെറ്റായി എന്നുള്ള രീതിയിലാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. എന്തായാലും ഈ ഒരു മൂവി ആർക്കും ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഇല്ലാന്ന് എനിക്കറിയാം. പിന്നെ ഇങ്ങനത്തെ മൂവീസ് ഒക്കെ ഉണ്ടെന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. താങ്ക്